ആ ഇതൊന്ന് റെഡിയാക്കാൻ എത്ര സമയം? നമ്മളിപ്പോൾ ഉള്ളത് ഫോർട്ട് കൊച്ചിയിലാണ്. കൊച്ചിൻ കാർണിവലിനനുബന്ധിച്ചുള്ള സെലിബ്രേഷൻ തിരക്കിലാണ് നമ്മുടെ ഫോർട്ട് കൊച്ചി. വേണ്ട, ഇവിടെ ഒരു ഫിഷിംഗ് നെറ്റ് താത്തിക്കൊണ്ടിരിക്കുന്നു. അതുപോലെ തന്നെ ഈ സൈഡിലും ഉണ്ട്. ഈ കാണുന്നതാണ് ഫോർട്ട് കൊച്ചി വാട്ടർ മെട്രോ സ്റ്റേഷൻ. ഇവിടുന്ന് വൈപ്പിനിലേക്ക് കണക്ഷനുണ്ട്. ഒരു പീസും ഗ്രേവി മതി. ആ മതി മതി. ആ വേണ്ട 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 ഏടാ, ഇത് മതി. പൊറോട്ടയും ബീഫ് ചാപ്സും. നമ്മുടെ ചന്ദ്രേട്ടൻ്റെ ചായക്കട. നല്ല മനോഹരമായ ആർട്ടുകളെല്ലാം സെറ്റ് ചെയ്തിട്ടുണ്ട്. ഹോട്ടൽ എക്സൽ ഓപ്പൺ ആയിട്ടില്ല. എല്ലാം നമുക്കൊരു പോർച്ചുഗീസ് ശൈലിയിലാണ് ഇവിടുത്തെ ബിൽഡിങ്ങുകളെല്ലാം ഉള്ളത്. ഇത് കണ്ട ഒരു കൊച്ചിയാണെന്ന് ആരും പറയാല്ലേ ഗൈസ്. ഇതാണ് നമ്മുടെ ബിഗ് ബി മൂവി ഷൂട്ട് ചെയ്ത സ്പോട്ടാണ് മമ്മൂട്ടിയുടെ. റോസ് സ്ട്രീറ്റ്. അവിടെ നിന്നാണ് നമ്മുടെ മമ്മൂട്ടി ഇറങ്ങി വരുന്ന ആ സീനൊക്കെ ഉള്ളത് ഇവിടെയാണ്. ബാസ്റ്റൺ സ്ട്രീറ്റ് വെച്ചാൽ ഞാൻ ലാസ്റ്റ് ഒരു വീഡിയോ ഇവിടെ നിന്ന് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് ഇപ്പം ഞാൻ അധികം വീഡിയോ ഇവിടെ ചെയ്യുന്നില്ല. പക്ഷെ ഇത് ക്ലോസ്ഡ് ആണിപ്പം. എന്തോ ഹോം സ്റ്റേ സെറ്റപ്പാണ്. സിനിമ കണ്ടാൽ നമുക്ക് ഒത്തിരി വലുതായിട്ട് തോന്നും. വളരെ ചെറുതാണിത്. നമുക്കിനി അടുത്തത് നമ്മുടെ പാപ്പാനി കത്തിക്കുന്ന വേളി ഗ്രൗണ്ടിലേക്ക് പോകണം. ഇവിടെ നിന്ന് ഇച്ചിരി മാറിയിട്ടാണുള്ളത്. ഇതുകൊണ്ട് അതെ, ഇവിടെ ഒരു ഗ്രൗണ്ടും ഉണ്ട്. ഇവിടെയല്ല മാത്രം പാപ്പാനി കത്തിച്ച്. എന്നാന്ന് വെച്ചാൽ ഇവിടെ പാപ്പാൻ്റെ റെഡിയാക്കാനുള്ള ഇതുണ്ട്, പക്ഷെ കത്തിച്ചതായിട്ടൊന്നും കാണുന്നില്ല. നമുക്കിവിടെ ഒരു ഇന്ത്യൻ പോസ്റ്റ് ഓഫീസുണ്ട്. പോസ്റ്റ് ഓഫീസും പിന്നെ ബാങ്കും കൂടെ. നമുക്കിവിടെ വന്ന ഒരു കേരളം വന്ന ഫീലിങ്ങേ ഇല്ല. നമ്മളെവിടെയെങ്കിലും ഒരു ഇതെല്ലാം പണ്ട് ജൂഡന്മാർ താമസിച്ച സ്ഥലങ്ങൾ. എന്താണ് കാണിക്കണത്? തിരിഞ്ഞു നോക്കിയാലല്ലോ ഓർമ്മടി കേട്ടാല്.
ഇതാണ് ഇന്നലെ നമ്മുടെ കാർണിവൽ സെലിബ്രേഷൻ നടന്ന ഗ്രൗണ്ടാണിത്, വേളി ഗ്രൗണ്ട്. വേളി ഗ്രൗണ്ട്, ഫോർട്ട് കൊച്ചി. ഇന്നലെ വൻ തകർപ്പൻ പരിപാടികളായിരുന്നു, പക്ഷെ രാത്രി വീഡിയോ എടുക്കാൻ പറ്റിയില്ല. വെൽക്കം ടു കൊച്ചിൻ കാർണിവൽ. ഇവിടെയാണ് എല്ലാം കരിഞ്ഞു നിൽക്കുന്നുണ്ട്. പാപ്പാനെ കത്തിച്ചതാണ് അത്. അപ്പോൾ ഇവരെല്ലാം അഴിച്ച് പൊളിച്ചുകൊണ്ടിരിക്കുകയാണ്. പരിപാടി കഴിഞ്ഞല്ലോ, എല്ലാം അഴിച്ചു. സ്റ്റേജ് കാര്യങ്ങൾ. നമ്മൾ റീൽസിലൊക്കെ കാണാറില്ല ഒരു ക്രിസ്മസ് ട്രീ. ആ ക്രിസ്മസ് ട്രീ ആണ് ഇത്. രാത്രി ലൈറ്റെല്ലാം ഇട്ട് അലങ്കരിക്കുന്നതാണത്. എല്ലാം പൊളിച്ചുകൊണ്ട് സ്റ്റേജ് കാര്യങ്ങളെല്ലാം പൊളിച്ചു വരും. ഇന്നലെ ഒരു രക്ഷയില്ലായിരുന്നു, ഭയങ്കര തിരക്കായിരുന്നു ഇവിടെ. ഇതായിരുന്നു ഇന്നലെ ഫങ്ഷൻ എല്ലാം നടന്ന സ്റ്റേജ് രാത്രി. ഇപ്പോൾ ഒന്നും കാണാനില്ല, എല്ലാം കഴിഞ്ഞു. ഓക്സിജൻ. ഇതാണ് റീൽസിൽ ഇതെല്ലാം കണ്ട നമ്മൾ ക്രിസ്മസ് ട്രീ. ഈ മരത്തിന് എത്ര വർഷം പഴക്കം കാണുമെന്ന് ആർക്കറിയാം. ഒത്തിരി വലിയൊരു മരമാണ്. എന്ന് വെച്ചാൽ ഒരേക്കർ സ്ഥലത്ത് ഈ മരമുണ്ട്. ഒരേക്കർ സ്ഥലം മുകളിലുണ്ട്. ദേ ഇവിടെ ഒരു കത്തിക്കാത്ത ഒരു പാപ്പാനി. ഇത് അടിപൊളിയുണ്ട്. ഒരു 6 പേരുടെ ഐറ്റം ഉണ്ട് ഈ പാപ്പാനിക്ക്.
അങ്ങനെ നമ്മളിവിടെ ഫോർട്ട് കൊച്ചി വേളി ഗ്രൗണ്ടിൽ എത്തിയിരിക്കുകയാണ്. ഇതാണ് നമ്മൾ ഇന്നലെ ന്യൂ ഇയർ സെലിബ്രേഷൻ നടന്ന വേളി ഗ്രൗണ്ട്. ഇപ്പോൾ ഈ കാണുന്നത് കത്തിക്കാത്ത പാപ്പാനാട്ടോ. ആ സൈഡിൽ ഇത് അവിടെ ഇതാണ് നമ്മൾ ഇൻസ്റ്റാഗ്രാമിൽ റീൽസിലെല്ലാം കാണുന്ന ക്രിസ്മസ് ട്രീ, കളർഫുള്ളായ ക്രിസ്മസ് ട്രീ. ഇത് കണ്ടോ, നമ്മുടെ പുറകിൽ ഇവിടെ വരുന്നുണ്ട് പാപ്പാനാണ്. ഇതാണ് കത്തിച്ച പാപ്പാൻ. അവിടെ കാലി കമ്പി മാത്രമേ ഉള്ളൂ, എല്ലാം കത്തിച്ചു. അതാണ് കത്തിച്ച വലിയ പാപ്പാനി. ഇതൊരു നല്ല വലിയ ഗ്രൗണ്ടാണ്. അപ്പോൾ എല്ലാവർക്കും ഹാപ്പി ന്യൂ ഇയർ. അടിപൊളി ഒരു അപ്പൂപ്പൻ. ഐ ലവ് ഫോർട്ട് കൊച്ചി. ഇവിടെ പണ്ട് കാലത്തെ ഒരു സെമിത്തേരി ഉണ്ട്. എനിക്ക് തോന്നുന്നത് അന്നത്തെ ജൂഡന്മാരുടെ സെമിത്തേരി ആവാനാണ് ചാൻസ്. ഇത് കണ്ടിട്ട് ഒത്തിരി പഴക്കമുള്ളതാണ്. ഇത് കണ്ടില്ല, ഇവിടെ ഉള്ള വേസ്റ്റും കാര്യങ്ങളും കിടക്കുകയാണ്. കൊല്ലങ്ങളായി ഇതെല്ലാം മെയിൻ്റനൻസോ കാര്യങ്ങളോ ചെയ്തിട്ട്. ജോൺ ഫിലിപ്പ് സണ്ണി അവിടെ വരച്ചിട്ടുണ്ട്. ഇല്ലാണ്ട് ഇവിടെ കുറേ ബലൂണുകൾ വിൽക്കാൻ വെച്ചിട്ടുണ്ട്. പിള്ളേർക്കെല്ലാം ഇത് ഇഷ്ടപ്പെടും. കളർഫുള്ളായ ബലൂണുകൾ, ഒരു വിമാനം. കൊച്ചിൻ കാർണിവൽ. നമ്മൾ വേളി ഗ്രൗണ്ടിനോട് വിട പറഞ്ഞ് തിരിച്ച് നമ്മുടെ ട്രെയിനിൻ്റെ സമയം 1 മണിക്കാണ്. അപ്പോൾ നമ്മൾ അതിനു വേണ്ടി ഇനി നേരെ തിരിക്കുകയാണ്. സൗത്ത് റെയിൽവേ സ്റ്റേഷൻ അങ്ങോട്ടേക്ക് പോവുകയാണ്. ബൈ ബൈ വേളി ഗ്രൗണ്ട്. ഇനി നമുക്ക് അടുത്ത വർഷത്തെ സെലിബ്രേഷന് കാണാം. അടുത്ത വർഷം കൊച്ചിയല്ല ബ്രോ. ഇവിടെ ഒരു ക്രിസ്ത്യൻ പള്ളി കാണാം. ഏത് പള്ളിയാണെന്നൊന്നും അറിയില്ല. വല്ല ഇതാണ് ഇന്നലെ കത്തിച്ച പാപ്പാൻ്റെ ഇത് ഫ്രെയിമാണ്. ഇതല്ലായിരുന്നു കത്തിച്ചത്. നമുക്കിവിടെ റോഡ് സൈഡിൽ തന്നെ മറ്റൊരു സെമിത്തേരി കാണാം. ഇത് നമ്മുടെ ഇവിടെയുള്ളവരുടെയൊക്കെയാണ്, ചേച്ചിമാരുടെയൊക്കെ ഫോട്ടോ കാണാം. നല്ല ജൂഡസിൻ്റെ അവരുടെ ഇതൊന്നും അല്ല ഇത്.